കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കടുത്ത പോരാട്ടം പ്രതീക്ഷിക്കുന്ന കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എല്ലാവരും ആകാംക്ഷയോടെ വീക്ഷിക്കുന്നതുമായ മണ്ഡലമാണ് ചാലക്കുടി. പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ചാലക്കുടി അതിൽ നിന്നും വ്യത്യസ്തമാണ്. ചാലക്കുടിയിൽ ഇറങ്ങേറുന്നത് ചതുരംഗമാണ്. പൊതുവെ 3 ടീമുകൾ ഉണ്ടാവാറുള്ള ടൂർണമെന്റിൽ നാലാമതൊരു ടീമെന്ന പോലെയാണ് ചാലക്കുടിയിൽ 2020. വിജയത്തിലേക്കെത്തുമോ എന്ന് പറയാനാവില്ലെങ്കിലും മറ്റു ടീമുകളുടെ വിജയ പരാജയങ്ങളെ സ്വാധീനിക്കാൻ പോകുന്ന കറുത്ത കുതിരയാകുമോ 2020 എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ചാലക്കുടിയിൽ ഇക്കുറി അങ്കത്തട്ടിലേക്ക് ആദ്യം കയറിയത് 2020 ആണ്. മുന്നണികളുടെ നെഞ്ചിൽ തീകോരിയിട്ടുകൊണ്ടായിരുന്നു അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. കിഴക്കമ്പലത്തു നടന്ന മഹാസമ്മേളനത്തിൽ 2020 ചാലക്കുടിയിലെയും എറണാകുളത്തെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പിറ്റേന്നു മുതൽ സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങുകയും ചെയ്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 2020ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പരസ്യമായി പറയുമ്പോഴും മുന്നണികൾ അവരുടെ ഇടപെടലിനെ ഉൾക്കിടിലത്തോടെയാണ് കാണുന്നത്. അവർ വാരുന്ന വോട്ട് ഏത് കുട്ടയിൽ നിന്നായിരിക്കുമെന്നതിനെ ചൊല്ലി LDFും UDFും പരസ്പരം ചൂണ്ടി സമാധാനിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ജില്ലകളിലായി കിടക്കുന്ന മണ്ഡലത്തിൽ ഇരുമുന്നണികൾക്കും ജയിച്ച പാരമ്പര്യം പറയാനുണ്ട്. സ്ഥാനാർത്ഥി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയെന്ന് ഉറപ്പിച്ചതോടെ CPM മുൻ മന്ത്രി C രവീന്ദ്രനാഥിലെത്തി. അദ്ദേഹം ആദ്യം താൽപര്യക്കുറവ് അറിയിച്ചിരുന്നുവെങ്കിലും അതൊരു പാർട്ടി തീരുമാനമായപ്പോൾ ആവേശത്തോടെ ഏറ്റെടുത്ു. സിറ്റിംഗ് MPമാർക്ക് സീറ്റ് ഉറപ്പുള്ളതിനാൽ ബെന്നി ബെഹനാൻ വളരെ നേരത്തെ തന്നെ അണിയറ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. NDAയിൽ ചാലക്കുടി സീറ്റ് BDJSനാണ്. സ്ഥാനാർത്ഥിയായി ചാലക്കുടിയിൽ നിന്നുള്ള SNDP യോഗം നേതാവ് KA ഉണ്ണികൃഷ്ണനെയാണ് BDJS രംഗത്തിറക്കിയിരിക്കുന്നത്. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി, റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ, SNDP യൂണിയനുകളുടെ ഭാരവാഹി എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഉണ്ണികൃഷ്ണൻ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ചാലക്കുടിയിൽ നിന്ന് BDJS സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. 2020ക്ക് നല്ല വേരോട്ടമുള്ള സ്ഥലങ്ങളാണ് കുന്നത്തുനാട്, പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലങ്ങൾ. മദ്യവിരുദ്ധ സമിതികളിൽ പ്രവർത്തിച്ചു വരുന്ന അഭിഭാഷകനായ ചാർലി പോളിനെയാണ് പാർട്ടി ശക്തി തെളിയിക്കാൻ ഇറക്കിയിട്ടുള്ളത്. പഴയ മുകുന്ദപുരം മണ്ഡലമായിരുന്ന ചാലക്കുടി കൂടുതൽ കാലം UDFിനൊപ്പമാണ് നിന്നിട്ടുള്ളതെങ്കിലും മണ്ഡലത്തിന്റെ മനസ്സ് ഇടയ്ക്ക് ഇടതുപക്ഷത്തേക്കും ചാഞ്ഞിട്ടുണ്ട്. 1957 മുതൽ മുകുന്ദപുരം ആയിരുന്നപ്പോൾ നടന്ന 13 തിരഞ്ഞെടുപ്പിൽ 10ഉം ചാലക്കുടിയായപ്പോൾ നടന്ന 3ൽ 2ഉം UDFിനൊപ്പമാണ് മണ്ഡലം നിന്നിട്ടുള്ളത്. നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇവിടുത്തെ മണ്ഡലങ്ങളിൽ മുന്നേറാൻ പലപ്പോഴും ഇടതുമുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്.